ഹായ് ഗൈസ്, 6 കിലോ ഭാരമുള്ള കമ്പി തലച്ചോറിൽ കുത്തി കയറിയിട്ടും ബോധം പോവുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല. ന്യൂറോ സയൻസിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തലയോട്ടി പിളർന്ന് കമ്പി കയറി എന്നിട്ടും മരിച്ചില്ല. പക്ഷേ അവൻ പഴയൊരു ഗേജ് ആയിരുന്നില്ല. ന്യൂറോ സയൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും പ്രശസ്തവുമായ ഒരു കേസ് സ്റ്റഡിയാണ് ഫിനിയസ് ഗേജ്. 1947 നടന്ന ഈ അപകടം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എങ്ങനെ അവൻ്റെ മസ്തിഷ്കത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലോകത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു. 25 വയസ്സുള്ള റെയിൽവേ ഫോർമാനായിരുന്ന ഗേജ് 1948 സെപ്റ്റംബർ 13 പാറ പൊട്ടിക്കുന്നതിനിടെ ഒരു അശ്രദ്ധ കൊണ്ട് ടാമ്പിംഗ് അയൺ 1 മീറ്റർ നീളവും 6 കിലോ ഭാരവുമുള്ള കമ്പി സ്ഫോടനത്തോടെ തെറിച്ചു. ഈ ഇരുമ്പ് കമ്പി ഗേജിൻ്റെ ഇടത് കവളിലൂടെ കയറി മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗം തുളച്ച് തലയുടെ മുകളിലൂടെ പുറത്തേക്ക് പോയി. ഏകദേശം 10 മീറ്റർ അകലെയാണ് രക്തം പുരണ്ട ആ കമ്പി ചെന്ന് വീണത്. ഇത്രയും വലിയ അപകടം നടന്നിട്ടും ഗേജ് ബോധം മറഞ്ഞില്ല. സ്വയം എഴുന്നേറ്റ് നടന്ന അദ്ദേഹം ഡോക്ടറുടെ അടുത്തേക്ക് വണ്ടി ഓടിച്ചാണ് പോയത്. ഇതാ ഡോക്ടർ, നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് എന്നാണ് അദ്ദേഹം ശാന്തനായ ഡോക്ടറിനോട് പറഞ്ഞത്. മാസങ്ങൾക്കകം മുറിവുകൾ ഉണങ്ങി അദ്ദേഹം സുഖപ്പെട്ടു. കാഴ്ചശക്തി പോയതൊഴിച്ചാൽ ശാരീരികമായ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പഴയ ശാന്തനായ ഗേജ് മരിച്ചിരുന്നു. ഉത്തരവാദിത്വമുള്ള വ്യക്തിയിൽ നിന്നും അക്രമാസക്തനും തെറി പറയുന്നവനും നിയന്ത്രണമില്ലാത്തവനുമായി അദ്ദേഹം. അന്നുവരെ മസ്തിഷ്കം മൊത്തത്തിൽ ഒരൊറ്റ യൂണിറ്റാണെന്നാണ് ശാസ്ത്രം കരുതിയിരുന്നു. എന്നാൽ ഗേജിൻ്റെ മാറ്റത്തിലൂടെ ഫ്രണ്ടൽ ലോബ് ആണ് നമ്മുടെ സാമൂഹികമായ പെരുമാറ്റം, വ്യക്തിത്വം, തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഗേജ് പിന്നീട് കുറേ കാലം ചിലിയിൽ ഒരു സ്റ്റേജ് കോച്ച് ഡ്രൈവറായി ജോലി ചെയ്തു. ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം തൻ്റെ സ്വഭാവത്തെ ചെറിയ പുരോഗതി കാണിച്ചതായും ചരിത്രം പറയുന്നു. 1860 അപകടത്തിന് 12 വർഷത്തിന് ശേഷം അപസ്മാരം ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾ പാഠപുസ്തകം ആദ്യ പാഠത്തിലൊന്നാണ് ഈ ഇരുമ്പ് മനുഷ്യൻ.